കുറച്ച് ദിവസമായി എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ളവരോട് അത് പറയാനും അത് പ്രകടിപ്പിക്കാനും പറ്റാത്തൊരു സങ്കടം. ഉള്ളിലൊരു വിമ്മിഷ്ടം എന്നൊക്കെ പറയില്ലേ, ഒരു പണി ചെയ്യാൻ തോന്നില്ല, അതേപോലെ ഒന്നിനൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇരിക്കുക, അങ്ങനെയൊക്കെ പറയില്ലേ, അതേപോലെയുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ഇപ്പം ഞാൻ കേട്ടോ. വേറെ ഒന്നുമല്ല, ഇപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായിട്ടോ പാറക്കുട്ടിനെയൊക്കെ അംഗൻവാടിയിൽ നിന്ന് വിളിച്ചിട്ട് വന്ന് അവൾ കളിക്കാൻ പോയി. അതേപോലെ അവളുടെ കുഞ്ഞേട്ടനും രണ്ടാളും കൂടി കളിക്കാൻ പോയതാണ്. അല്ലെങ്കിൽ ഞാൻ അംഗൻവാടി പോകുമ്പോൾ തന്നെ ഒരു 3 മണിയാകുമ്പോഴേക്കും ഞാൻ ചായയൊക്കെ വെക്കുന്നതാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ചായ വെക്കാനും കൂടി ഒരു മൂഡില്ല, ഒരു താല്പര്യമില്ല. അതിൻ്റെ പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ പാറുക്കുട്ടിൻ്റെ ചേട്ടന്മാർ, 2 വലിയ ചേട്ടന്മാർ വിരുന്ന് പോയി. വിഷു ദിവസം തന്നെ വിരുന്ന് പോയി അവർ. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു പെട്ടെന്നൊരു വിഷമം പാറുക്കുട്ടിക്ക് അതേപോലെ ഉണ്ടായിരുന്നു. പാറുക്കുട്ടിനെയും വെച്ച് വിഷമമായത് കുഞ്ഞേട്ടനാണ്, പാറുക്കുട്ടിൻ്റെ ചെറിയ ഏട്ടനാണ്. കാരണം അവൻ പോയ ദിവസം ചായ കുടിച്ചില്ല. വിഷു ദിവസമാണ് അവർ പോയ ദിവസം ചായ കുടിച്ചില്ല. അതേപോലെ രാവിലെ മുതൽ ഭക്ഷണം കഴിച്ചില്ല, സ്നാക്സ് ഒന്നും കഴിച്ചില്ല. എന്ത് ചോദിച്ചാലും വേണ്ട എനിക്ക് വിശക്കുന്നില്ല, അങ്ങനെ ഒരു കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒഴിഞ്ഞു മാറി. പാറുക്കുട്ടിക്ക് പറഞ്ഞ അത്ര സങ്കടം തോന്നിയില്ല. അവൾക്ക് കുഞ്ഞേട്ടനുണ്ടല്ലോ, അവളുടെ ഏട്ടനുള്ള കാരണം കുഞ്ഞേട്ടനുള്ള കാരണം അവൻ്റെ ഒപ്പം തന്നെ കളിച്ചു. അവൾക്ക് അത്ര ഫീലിങ്സ് ഇല്ല. അവനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടിയിട്ടും ഒരു ബഹളമാണ്. വൈകുന്നേരമായ ഉറങ്ങാൻ പോകുന്നവരെ, പ്രത്യേകിച്ച് ഒരു 6 മണി 6:30 ആകുമ്പോൾ തുടങ്ങിയ പിന്നെ രാത്രി കണ്ണടയ്ക്കുന്നവരെ ഉറങ്ങുന്നവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി വഴക്ക്. അവരിനെ ഒത്തുതീർപ്പാക്കാൻ തന്നെ സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ കിടക്കുന്ന തല അങ്ങനെ ഭ്രാന്ത് പോലെയാവും. അത്രയും ബഹളവും കരച്ചിലും തമ്മിത്തല്ലും അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഒരു 2 ദിവസമായിട്ട് അതില്ലാണ്ടിരുന്നപ്പോൾ ഭയങ്കര എന്തോ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിമ്മിഷ്ടം പറയില്ലേ. അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ഉറങ്ങി എണീച്ചതും ഒരു 6:30 ആവത്ത മുന്നേ ചായ വന്നിട്ട് വരും. അതേപോലെ തന്നെ എൻ്റെ കൂടുതൽ മിസ് ചെയ്യുന്നത് ഞാൻ വലിയ മോനെയാണ് കേട്ടോ. കാരണം പറഞ്ഞ മൂത്തമ്മൻ അവ അമ്മ നിന്നെ വിളിച്ച് എൻ്റെ പുറകെ നടക്കും. അടുക്കളയിലാണെങ്കിലും ഞാൻ എന്ത് പണി ചെയ്യുകയാണെങ്കിലും ഒരു കാര്യം ഉണ്ടാവില്ല, വെറുതെ വിളിച്ച് അമ്മ അതില്ലമ്മ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കും. എൻ്റെ വായിൽ നിന്ന് ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യമെങ്കിലും അവന് ചീത്ത കേൾക്കാണ്ട് ഇരിക്കില്ല. അതിനു വേണ്ടി അവൻ എൻ്റെ പിന്നാലെ വരും. അമ്മ അതില്ലേ, ഞാൻ ട്യൂഷന് പോകണില്ലമ്മ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞു വരും. അപ്പം ഞാൻ കൂടുതലായി മിസ് ചെയ്യുന്നത് അവനെയാണ്. അതെപ്പോഴും ഞാൻ പറയും. മറ്റുള്ളവന് മിസ് ചെയ്യുന്നില്ല, രണ്ടാമത്തെ മോനെ മിസ് ചെയ്യുന്നില്ല എന്നല്ല, പക്ഷെ എന്നാൽ കൂടി അവനും എൻ്റെ അടുത്ത് അമ്മ എന്ന് വിളിച്ചു വരും. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഞാൻ മിസ് ചെയ്യുന്നത് മൂത്താളിനെയാണ്. അതെന്താണെന്ന് എനിക്കറിയില്ല. അവൻ എൻ്റെ വാലിൽ തൂങ്ങി നടക്കും. അതേപോലെ നമുക്ക് എല്ലാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കണ്ടറിഞ്ഞ് ചെയ്തു തരും. നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ വെള്ളം കോരാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ കണ്ടറിഞ്ഞ് ചെയ്തു തരും. അതിൻ്റെ ഇടയിൽ കൂടെ കുരുത്തക്കേടൊക്കെ കാണിച്ചാൽ കൂടി അവനെല്ലാവരോടും ഒരു സ്നേഹം, സിമ്പതി എന്നൊക്കെ പറയില്ല, അങ്ങനെയുള്ള ഒരു പ്രത്യേക മൈൻഡാണ് അവന് പൊതുവെ. അതേപോലെ ഞാൻ സ്കൂൾ പൂട്ടി വേലയ്ക്ക് വിരുന്ന് പോകുമ്പോൾ അച്ഛമ്മ അവിടെ തനിച്ചാണ്. അച്ഛൻ പണിക്ക് പോയി, അവൻ്റെ അച്ഛൻ. അപ്പം അവൻ പറഞ്ഞു, അമ്മ നിങ്ങൾ പോയിട്ട് വരിക, അച്ഛമ്മ വീട്ടിൽ ഒറ്റയ്ക്കല്ലേ ഇരിക്കുന്നത്, നിങ്ങൾ പോയിട്ട് വന്നിട്ട് ഞാൻ വിരുന്ന് പോവുക, വീട്ടിലേക്ക് പോവുക, ഞാൻ വേലയ്ക്ക് വരുന്നില്ല, നെന്മാറ വേലയ്ക്ക് ഞാൻ വരുന്നില്ല, അമ്മയൊരു പോയിട്ട് വരും പറഞ്ഞു. ചില കുട്ടികളാണെങ്കിൽ വാശി പിടിച്ച് കരയും. പക്ഷെ ഇവ അങ്ങനെ പറഞ്ഞില്ല, അമ്മ പോയിട്ട് വരും, ഞാൻ അത് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഒരു സ്വഭാവമാണ് എൻ്റെ വലിയ മോൻ്റെ. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു സാധനം വീട്ടിലുണ്ടാക്കിയാലും, പലഹാരം ആയിക്കോട്ടെ, സ്നാക്സ് ആയിക്കോട്ടെ, അത് കഴിക്കാൻ ആളുണ്ടെങ്കിൽ കഴിച്ചാലാണ് നമുക്ക് ഇനിയും അത് റിപ്പീറ്റ് ഉണ്ടാക്കാൻ തോന്നുള്ളൂ. അല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് ആരും കഴിക്കാണ്ടിരുന്നാൽ നമുക്കത് ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആ അവസ്ഥയും ഞാനിപ്പം നേരിടുന്നുണ്ട്. പണ്ടുള്ളവർ ഒരു കാര്യം പറയും, കണ്ണുണ്ടാവുമ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല, അതില്ലാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വില അറിയുള്ളൂ എന്ന് പറയും. അത് 100% സത്യമാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ ബായ്.